ഫൈസൽ നെടുമ്പാല അപകട സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ ഇനി എത്ര പേരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മഴ പെയ്യുന്നുണ്ടോ ഇപ്പോഴും അവിടെ? ദിവ്യ, മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. രാവിലെ കനത്ത മഴ പെയ്തിരുന്നു ഈ ദുരന്തത്തിന് ശേഷവും. അതിനുശേഷം പിന്നീട് ഒന്ന് രണ്ട് തവണ മാത്രമാണ് അത്ര ശക്തിയിൽ മഴ പെയ്തത്. ഇപ്പോൾ എന്തായാലും മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഔദ്യോഗിക കണക്ക് വെച്ച് 6 പേരെയാണ് ഇനി നമുക്ക് കണ്ടെത്താനുള്ളത്. ആ 6 പേർക്കായുള്ള തിരച്ചിലാണ് ഇവിടെ ഊർജിതമായി നടക്കുന്നത്. ഡോഗ് സ്ക്വാഡും മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ മണ്ണ് പരിശോധിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ NDRFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. NDRFും അതുപോലെ പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള രക്ഷാപ്രവർത്തകരും ഇവിടെ ഉണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്നുള്ള പ്രവർത്തികൾ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആളുകളെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ആ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 18 പേരാണ് ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുകളൊക്കെ തന്നെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ വന്നപ്പോൾ നമ്മോട് തന്നെ ആദ്യത്തെ തൊഴിലാളി തന്നെ പറഞ്ഞത് 15 പേര് ആ നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് 18ലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ആ കണക്ക് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത്തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെ എടുക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനിടയിൽ അപ്പുറം ആ ഭാഗത്ത് മറു സൈഡിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്.